ലെസണിൻ്റെ പേരാണ് ദ സെറാങ് ഓഫ് റണഗഞ്ചി. ഇപ്പോൾ സെറാങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്രാങ്കാണ്, കപ്പലിലെ സ്രാങ്കിനെയാണ് സെറാങ് എന്ന് പറയുന്നത്. റണഗഞ്ചി എന്ന് പറഞ്ഞാൽ ഏതാണ്, ഒരു കപ്പലിൻ്റെ പേര് അല്ലേ, സെറാങ് ഓഫ് റണഗഞ്ചി. അപ്പോൾ ഇതൊരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഡോക്ടർ എ.ജെ. ക്രോണിൻ ആണ്. അപ്പോൾ ഡോക്ടർ എ.ജെ. ക്രോണിനാണ് ഈ സെറാങ് ഓഫ് റണഗഞ്ചി എന്ന കഥ എഴുതിയിരിക്കുന്നത്. ഈ കഥയിൽ പറയുന്ന കാര്യം എന്താണെന്ന് നോക്കാം. ആദ്യം എന്താണ്, റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്നുള്ളൊരു പോർഷനിലേക്ക് നമുക്ക് നോക്കാം. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് എ വോയേജ് ഫ്രം ലിവർപൂൾ ടു കൽക്കട്ട ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇറ്റ് ടെൽസ് ഹൗ ദ ഓഥർ ആൻഡ് ദ ഹീറോ ഓഫ് ദ സ്റ്റോറി മാനേജ് എ പൊട്ടൻഷ്യൽ കലാമിറ്റി സൈലൻ്റ്ലി ആൻഡ് ബ്രേവ്ലി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ലിവർപൂളിൽ നിന്നും കൽക്കട്ടയിലേക്ക് കടൽമാർഗം യാത്ര ചെയ്ത ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഓഥറും ഈ കഥയിലെ ഹീറോയും തങ്ങളുടെ യാത്രക്കിടയിൽ അവർക്ക് നേരിട്ട വിപത്തിനെ എങ്ങനെ നിശബ്ദമായും ധീരമായും നിയന്ത്രിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓഥറും അല്ലെങ്കിൽ ഇതിലെ ഹീറോയ്ക്കും തനിക്ക് നേരിട്ട കപ്പൽ യാത്രക്കിടയിൽ തനിക്ക് നേരിട്ട വിപത്ത് അല്ലേ, വിപത്തിനെ എങ്ങനെ സധൈര്യം അല്ലെങ്കിൽ എങ്ങനെ അവരെ കൈകാര്യം ചെയ്തു, ധീരമായും നിശബ്ദമായും അവർ കൈകാര്യം ചെയ്തു, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഈ കഥയിലെ ഹീറോയെക്കുറിച്ച് ഒരു സ്ത്രീ പറയുന്ന വാചകമാണ് ഫസ്റ്റ് ലൈനിൽ പറയുന്നത്. അപ്പോൾ ഈ കഥയിലെ ഹീറോയെക്കുറിച്ച് ഒരു സ്ത്രീ പറയുന്ന വാചകമാണ് ഫസ്റ്റ് ലൈനിൽ പറയുന്നത്. അപ്പോൾ നോക്കുക. ലുക്ക് മൈ ഡിയർ, ഡിഡ് യു എവർ ഇൻ യുവർ ലൈഫ് സീ സച്ച് ആൻ അബ്ഷുവലി കോമിക് ക്രീച്ചർ എന്ന് പറഞ്ഞാൽ, നോക്കൂ സുഹൃത്തെ, നിൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഹാസ്യ ജീവിയെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ സ്ത്രീ പറയുന്ന വാചകമാണ്. അപ്പോൾ അവരെങ്ങനെയാണ് ഇവിടെ ഉള്ളതെന്ന് ആ സന്ദർഭത്തിൽ വളരെ സ്മാർട്ട്ലി ഡ്രസ്ഡ് വിമണാണ്, നല്ല രീതിയിലൊക്കെ വസ്ത്രം ധരിച്ചൊരു സ്ത്രീയാണ്. ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ഓൺ റണഗഞ്ചി. ഈ റണഗഞ്ചി കപ്പലിൽ 1ാം ക്ലാസ് പാസഞ്ചറിൽ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചറാണ് അല്ലേ, കപ്പലിലെ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ യാത്രയിലുള്ള ഒരു വ്യക്തിയാണ്. എബൌട്ട് സെയിൽ ഫ്രം ലിവർപൂൾ ഓൺ എ ലോങ് വോയേജ് ടു കൽക്കട്ട അല്ലേ, ലിവർപൂളിൽ നിന്നും ഇവിടേക്ക് കൽക്കട്ടയിലേക്ക് ഒരു നീണ്ട യാത്രയിൽ ഉൾപ്പെടുന്ന ഒരു സ്ത്രീയാണ് അല്ലേ, ഒരു യാത്രക്കാരിൽ ഒരാളാണ്. മേഡ് ദിസ് റിമാർക്ക്, ഈ പരാമർശം ഇങ്ങനെ ഇത് റിമാർക്ക് ചെയ്തത്. പിന്നെ ഹൈ വെൽ ബ്രെഡ് വോയിസ്, വളരെ കുലീന ഭാവത്തിലാണ് അവർ സംസാരിക്കുന്നത് അല്ലേ. ടു ഹെർ കമ്പാനിയൻ, അപ്പോൾ ഈ വാചകം പറയുന്നത് ആരോടാണ്? തൻ്റെ സുഹൃത്തിനോടാണ്, തൻ്റെ കൂട്ടത്തിരുന്ന് യാത്ര ചെയ്യുന്ന സുഹൃത്തിനോടാണ് ഇത് പറയുന്നത്. ആസ് ദേ സ്റ്റുഡ് ബിഫോർ മീ ഓൺ ദ ലൈനേഴ്സ് അപ്പർ ഡെക്ക്. അപ്പോൾ ഇവർ യാത്ര ചെയ്യുന്നതിന് യാത്രയ്ക്ക് മുൻപായിട്ട് ഇവരെന്ത് ചെയ്യുന്നു, യാത്ര തുടങ്ങിയ സമയത്ത് ഇവർ കപ്പലിൻ്റെ അപ്പർ ഡെക്കിൽ, ഏറ്റവും മുകളിലുള്ള അതിൻ്റെ പുറത്തോട്ട് നോക്കി നിൽക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു അപ്പർ ഡെക്കിൽ അവർ അവിടെ നിൽപ്പുണ്ട്. അവർ നിന്നും കൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഈ വാചകം ഇങ്ങനെ പറയുന്നത്. ഫോളോയിങ് ദെയർ അമ്യൂസ്ഡ് കേസ് മൈ ഐസ് കെയിം ടു റെസ്റ്റ് അപ്പോൺ എ സ്ക്വാറ്റ് വെരി അഗ്ലി നേറ്റീവ് സീമാൻ വിത്ത് ഷോർട്ട് ലെഗ്സ് ആൻഡ് എ ലാർജ് ഡിസ്അപ്രോപ്രിയേറ്റ് ഹെഡ്. I recognized him as the Indian Serang or cotton master of the ship. He was quietly superintending the crew of lascars, now completing the loading of baggage. Looks hardly human, agreed the man, with a superior smile. Inclines a chap to believe that dear old Darwin was not altogether wrong here. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ വളരെ ഹാസ്യത്തോടെ ഒരു അഗ്ലി
ഫേസുള്ള അല്ലെ അഗ്ലി ആയിട്ടുള്ള ഒരു കടൽ യാത്രക്കാരനെ നോക്കുന്നു. അപ്പോൾ അവരെ നോക്കിയ സമയത്ത് തന്നെ ഞാനും അല്ലെങ്കിൽ ഈ ഓതറും എന്ത് ചെയ്തു, ആ വ്യക്തിയെ ഒന്ന് നോക്കുന്നു. അദ്ദേഹത്തിന് വളരെ ചെറിയ കാലുകളും അല്ലെ, അവിടെ കണ്ട ആ വ്യക്തി അല്ലേ, വളരെ തികച്ചും ചെറിയ കാലുകളും വലിയ തലയുമുള്ള ഒരു വ്യക്തിയായിരുന്നു. അല്ലെ, അപ്രോപ്രിയർ ആയിട്ടുള്ള ഒരു ഹെഡുള്ള ഒരു വ്യക്തിയും ആയിരുന്നു. അത് ഒരു ഇന്ത്യൻ സെറാങ്കാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ഒരു ഇന്ത്യൻ സെറാങ്കാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം കപ്പലിലെ ഒരു ജോലിക്കാരനായിട്ടാണ് എനിക്ക് തോന്നിയതും. കപ്പലിലെ മേൽനോട്ടം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. സാധനങ്ങൾ ലോഡ് ചെയ്യുമ്പോഴും അല്ലേ, അവിടുത്തെ ജോലിക്കാരെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഇതിൽ നിന്നും ഓതർ മനസ്സിലാക്കിയത് ആ കപ്പലിലെ ഒരു സൂപ്പർവൈസറാണ് ഈ ചെറിയ കുള്ളനായിട്ടുള്ള വലിയ തലയുള്ള ഈ വ്യക്തി. അപ്പോൾ ഇവരെയൊക്കെ ഈ കുള്ളനായിട്ടുള്ള വ്യക്തിയെ നോക്കിക്കൊണ്ടാണ് ഇവിടുത്തെ ഒരു സ്ത്രീയും തൻ്റെ കമ്പാനിയനും കൂടി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അദ്ദേഹം ഒരു മനുഷ്യനാണെന്ന് തോന്നുകയില്ല. തൻ്റെ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യനാണെന്ന് തോന്നുകയില്ല. തൽക്കാലം മനുഷ്യനാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഒരുപക്ഷെ എന്തായിരിക്കും ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിൽ പറയുന്നത് പോലെ പഴയ മനുഷ്യരും ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞ് കളിയാക്കുന്നു ഇവിടെ. അപ്പോൾ ഈ സെൻറ്റൻസിലുണ്ട്, ലാസ്റ്റിലത്തെ ഈ സെൻറ്റൻസിലുണ്ട് ഇവരെന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിൽ പറയുന്നത് പോലെ പഴയ വ്യക്തികളും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അല്ലേ, അത് ഒരുപക്ഷെ ശരിയായിരിക്കാം എന്ന് പറഞ്ഞ് ഇവിടെ കളിയാക്കി ഈ ചെറിയ കപ്പൽ യാത്രക്കാരനെ പറഞ്ഞ് കളിയാക്കി സന്തോഷിച്ച് നിൽക്കുന്ന സ്ത്രീയും തൻ്റെ കമ്പാനിയനെയുമാണ് ഇവിടെ ആര് കാണുന്നത്, ഓതർ ശ്രദ്ധിക്കുന്നത് അല്ലെ, ഓതർ കാണുന്നത് അല്ലേ. The voyage began favorably in calm, clear weather. We crossed the Bay of Biscay without suffering unduly from the turbulent waters and soon were through the Strait of Gibraltar, traversing the tranquil Mediterranean under the azure skies. The Ranaganji was a stout old tub manned by white officers with an entirely native Indian crew. I was the physician of the ship and was delighted by the balmy breeze and brilliant sunshine. അപ്പോൾ ഇവിടെ പറയുന്നത്, അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. വളരെ അനുകൂലവും ശാന്തവുമായ ഒരു കാലാവസ്ഥയായിരുന്നു നമുക്ക് അനുഭവപ്പെട്ടത്. വളരെ പ്രത്യക്ഷമായ കടലിൽ പ്രയാസങ്ങളൊന്നുമില്ലാതെ അനുഭവിക്കാതെ ബിസ്കേ ബേ മറികടന്നു. ഞങ്ങൾ ഗിൽബറേറ്റർ കടലിടുക്കിൽ എത്തി. പിന്നീട് ശാന്തമായ നീലാകാശം പോലെ കാണുന്ന മെഡിറ്ററേനിയൻ സീ മുറിച്ചു കടന്നു. നാം സഞ്ചരിക്കുന്ന രണഗഞ്ചി എന്ന കപ്പൽ നല്ല ഉറപ്പുള്ള കപ്പലായിരുന്നു. അത് നിയന്ത്രിക്കുന്നവർ ബ്രിട്ടീഷുകാരും ആയിരുന്നു. യാത്രക്കാർ എല്ലാവരും ഇന്ത്യക്കാരായിരുന്നു. ഞാൻ ഈ കപ്പലിലെ ഒരു ഡോക്ടറാണ്. ഈ ഓതർ അല്ലെങ്കിൽ റൈറ്റർ ഇവിടുത്തെ ഈ കപ്പലിലെ ഒരു ഡോക്ടറായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നു എന്നാണ്. അന്ന് ഞാൻ സന്തോഷവാനായിരുന്നു, കാരണം ചെറിയ തണുത്ത കാറ്റും സൂര്യൻ്റെ മനോഹരമായ വെളിച്ചവും അവിടെ എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചു. The ship was crowded, packed with passengers from stem to stern, the usual tourists and pleasure seekers, together with a large number of Anglo-Indian army officers, many of whom were accompanied by their wives and families. From the first night out, there was tremendous gaiety on board. The chief among the social promoters was Miss Jock Smith. The women whom I had overheard on the boat deck
ദ മോർണിംഗ് ഓഫ് അവർ ഡിപ്പാർച്ചർ. ഇപ്പോൾ കപ്പലിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യാത്രക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞത് ആയിരുന്നു. അവർ സാധാരണയായി ടൂറിസ്റ്റുകളും ഉല്ലാസ യാത്രക്കാരുമായിരുന്നു. അതോടൊപ്പം തന്നെ ആംഗ്ലോ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സും ഈ കപ്പലിൽ യാത്രയ്ക്ക് ഉണ്ടായിരുന്നു. അതിലുള്ള കൂടുതൽ ആൾക്കാരും അവരുടെ ഫാമിലിയോടൊപ്പവും പിന്നെ അവരുടെ വൈഫ്സിനോടൊപ്പമായിരുന്നു ഈ യാത്രയിൽ പങ്കെടുത്തിരുന്നത്. ആദ്യ യാത്രയിൽ തന്നെ അവർ വളരെ സന്തോഷപരമായിട്ടുള്ള ഒരു മൂഡായിരുന്നു, അല്ലെങ്കിൽ ഒരു ഹാപ്പി മൂഡായിരുന്നു അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഈ കപ്പലിലെ ചീഫ് സോഷ്യൽ പ്രൊമോട്ടറായിട്ട് പറയുന്നത് ഒരു സ്ത്രീയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹോപ്പ് സ്മിത്ത് എന്ന് പറയുന്ന ആ സ്ത്രീയാണ്, അല്ലേ? ഹോപ്പ് സ്മിത്ത് എന്ന സ്ത്രീയാണ് ഈ കപ്പലിലെ ചീഫ് സോഷ്യൽ പ്രൊമോട്ടർ. യാത്രയുടെ ആരംഭത്തിൽ തന്നെ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് കളിയാക്കി ചിരിച്ച സ്ത്രീയാണ് ഈ കപ്പലിലെ ചീഫ് സോഷ്യൽ പ്രൊമോട്ടർ എന്ന് ഇവിടെ പറയുന്നത്. മഡ്ജ് ജോബ് സ്മിത്ത് വാസ് എ thrusting person, obviously over 30, got up in a dashing style to look younger. She was not only a snob but a bore, an assertive bore. We reached the port, said. Everyone went ashore excitedly, came back with silks, shawls, cigarette, scent and jewelry. Then we were through the Red Sea, past the barren rocks of Aden and out upon the wide Arabian Sea. അപ്പോൾ ഈ ജോബ് സ്മിത്ത് എന്ന സ്ത്രീക്ക് ഏകദേശം 30 വയസ്സ് തോന്നിക്കും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഈ ചീഫ് സോഷ്യൽ പ്രൊമോട്ടറായിട്ടുള്ള ജോബ് സ്മിത്ത് എന്ന സ്ത്രീക്ക് ഏകദേശം 30 വയസ്സ് തോന്നിക്കും. അവർ കാഴ്ചയിൽ വളരെ ചെറുപ്പവും കൂടിയാണ്. ഏതൊരു കാര്യത്തിലും പെട്ടെന്ന് ഇടപെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ്, ഒരു സ്ത്രീയും കൂടിയാണ് അവൾ ഒരു പൊങ്ങച്ചക്കാരി മാത്രമല്ല, കൂടുതൽ ബോറടിപ്പിക്കുന്ന ഒരു സ്ത്രീയും കൂടിയാണ് ഈ സ്ത്രീ. കപ്പൽ പോർട്ട് സെഡ് എന്ന തുറമുഖത്തിലേക്ക് എത്തിച്ചേർന്നു. എല്ലാവരും വളരെ ആകാംക്ഷയോടെ തീരത്തേക്ക് പോയിട്ട് സിൽക്കും ഷവൾസും സിഗരറ്റും സെൻറ്റും ജ്വല്ലറിയും ഒക്കെ വാങ്ങി തിരികെ വന്നു. അതിനുശേഷം ഞങ്ങൾ റെഡ് സീയിലൂടെ യാത്ര ചെയ്ത് തരിശായ ആൻഡൻ മൗണ്ടെയ്ൻസിലെ റോക്സൊക്കെ കണ്ട് വിശാലമായ അറേബ്യൻ സീയിലേക്ക് എത്തിച്ചേർന്നു. ഓൺ ദ ഫോളോയിങ് മോർണിംഗ് ഐ ഹെൽഡ് മൈ കൺസൾട്ടേഷൻസ് ഇൻ ദ സർജറി അഡ്ജോയിനിങ് മൈ ക്യാബിൻ. The Serang Hassan appeared, bringing with him 2 of his Lascar's desk hands. He inclined his head in a respectful salam and addressed me. His voyage was hoarse, yet it had a steadily undertone. Dr. Sahib, I fear these men are sick. പിന്നെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഞാൻ എൻ്റെ ക്യാബിൻ പരിശോധിക്കുന്ന സമയത്ത് ഹസൻ എന്ന സ്രാങ്ക് പ്രത്യക്ഷപ്പെട്ടു, അവിടെ വന്നു. ആ ഹസൻ എന്ന സ്രാങ്കിനോടൊപ്പം കപ്പലിലെ 2 ജോലിക്കാരും ഉണ്ടായിരുന്നു. ഈ ഹസൻ എന്ന സ്രാങ്ക് വളരെ ബഹുമാനപൂർവ്വം തൻ്റെ തല ഒന്ന് ചരിച്ച് എന്നോട് സലാം പറഞ്ഞു. പിന്നെ അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പരുക്കൻ ശബ്ദമാണെങ്കിലും നല്ല രീതിയിൽ മനസ്സിലാകുന്ന വിധത്തിൽ എന്നോട് സംസാരിച്ചത്, ഡോക്ടർ സാഹിബ്, ഇവർക്ക്
അസുഖമാണ് എന്ന് തോന്നുന്നു. The seamen certainly did not look well. They complained of general malaise, of intense headache and racking bone pains. They looked frightened too, as I asked them to strip and began my examination. Both were fevered with thickly furred tongues and that dry skin, which is nature's gravest warning. And then, to my horror, my palpitating fingers became aware of scattering of hard little nodules under the wrist skin of each man. It was an unmistakable symptom of smallpox. അപ്പോൾ ഇവിടെ പറയുന്നത് ഹസൻ എന്ന സ്രാങ്ക് കൊണ്ടുവന്ന രണ്ടു പേർക്കും എന്തോ അസുഖം ഉള്ളതുപോലെ തോന്നി. പിന്നെ അവർ പറഞ്ഞു എന്തോ രോഗമുള്ളതുപോലെ അവർക്ക് തോന്നുന്നു. കടുത്ത തലവേദനയും വലിഞ്ഞു മുറുകുന്ന ബോൺ പെയിനും അവർക്ക് അനുഭവപ്പെടുന്നുവെന്നവർ പറഞ്ഞു. ഞാൻ അവരെ പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിൽ പേടി ഉള്ളതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. രണ്ടുപേർക്കും പനിയുണ്ടായിരുന്നു. അവരുടെ നാവിന് നല്ല കട്ടിയുള്ളതുപോലെയും തോന്നി. സ്കിന്നൊക്കെ വരണ്ടിരിക്കുന്നു. ഇതെല്ലാം പ്രകൃതിയിലെ മാറ്റത്തിൻ്റെ ഫലമായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ അവരുടെ കൈകൾ പിടിച്ചു നോക്കിയപ്പോൾ എന്നെ പേടിപ്പെടുത്തുന്ന വിധത്തിൽ ചെറിയ ചെറിയ കുരുക്കൾ അവരുടെ കൈയുടെ റിസ്റ്റിൽ കാണപ്പെട്ടു. എനിക്ക് മനസ്സിലായി, ഇത് സ്മാൾ പോക്സ് അല്ലെങ്കിൽ വസൂരി രോഗത്തിൻ്റെ അടയാളങ്ങളാണെന്ന് എനിക്ക് തോന്നി. യങ് ആൻഡ് അൺഎക്സ്പീരിയൻസ്ഡ് in my profession, I had not learned to control my feelings. My expression must have altered visibly, for although the Serang said nothing, his lined and battered face assumed a look of deeper gravity. Hardly with beating heart, I made മൈ വേ ടു ദ ബ്രിഡ്ജ്. ഞാൻ എങ്ങും അതേപോലെ തന്നെ തൻ്റെ പ്രൊഫഷണലിൽ വളരെ പരിചയം ഇല്ലാത്തത് കൊണ്ടും എൻ്റെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവർക്ക് പേടിയുണ്ടെന്ന്, ഇവർക്ക് സ്മാൾ ബോക്സിൻ്റെ ആരംഭമാണെന്നത്തേക്കും തോന്നിയ സമയത്ത് ഈ ഡോക്ടറിൻ്റെ അല്ലെങ്കിൽ ഈ റൈറ്ററിൻ്റെ ഭാവം പെട്ടെന്നങ്ങ് മാറി. അതവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടുത്തെ ആ സ്രാങ്കിനും താൻ കൊണ്ടുവന്ന ആ രണ്ട് കപ്പൽ ജീവനക്കാർക്കും മനസ്സിലായി. എൻ്റെ ഭാവം പെട്ടെന്ന് മാറിയപ്പോൾ സ്രാങ്കിന് അത് മനസ്സിലായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാവം മാറിയപ്പോൾ സ്രാങ്കിന് പെട്ടെന്ന് മനസ്സിലായി എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അദ്ദേഹം ഒന്നും തന്നെ പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്നും പ്രകടമായ ഭാവത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്തു, അവരെക്കുറിച്ചൊക്കെ അവർ രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് എന്തോ കുഴപ്പമുണ്ടെന്ന് അവർക്ക് ഇയാളുടെ മുഖഭാഗത്തിൽ നിന്നും, ഈ ഡോക്ടറിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നും അവർക്ക് മനസ്സിലായി അല്ലേ. പെട്ടെന്ന് തന്നെ തൻ്റെ ഹാർട്ട് ബീറ്റ് അങ്ങനെ കൂടി, ഈ ഡോക്ടറിൻ്റെ ഹാർട്ട് ബീറ്റ് അങ്ങനെ കൂടുകയും അദ്ദേഹം അവരെ കൺസൾട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, മുകൾ ഭാഗത്തേക്ക് കപ്പലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക്, ബ്രിഡ്ജ് എന്നുള്ള അല്ലെങ്കിൽ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് അദ്ദേഹം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകുകയും ചെയ്തു. ക്യാപ്റ്റൻ ഹാംബിൾ വാസ് നോട്ട് ദെയർ, ബട്ട് ഇൻ ദ ചാർട്ട് റൂം ബിലോ. ഹി ലുക്ക്ഡ് അപ്പ് ഷാർപ്ലി ആസ് ഐ ബസ്റ്റ് ഇൻ. സർ, മൈ വോയിസ് ബ്രോക്ക്. I have to report smallpox on board. Two of the deck hands, I saw his lips draw tightly together. He was the thickest man
of 55, known as a strict disciplinarian but also a just and fair minded officer. അപ്പോൾ കപ്പലിൻ്റെ മുകളിൽ പോയപ്പോൾ ക്യാപ്റ്റനായ ഹാമ്പിൾ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ ഇവർ രണ്ടുപേരെയും കൺസൾട്ട് ചെയ്തതിന് ശേഷം കപ്പലിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോയി. അപ്പോൾ ഈ കാര്യം അല്ലെ, രണ്ട് സ്മോൾ ബോക്സ് ഉള്ള വ്യക്തികളെ കുറിച്ച് ക്യാപ്റ്റനെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ക്യാപ്റ്റനെ അന്വേഷിച്ചാണ് ഇദ്ദേഹം കപ്പലിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോയത്. അപ്പോൾ അവിടെ പോയ സമയത്ത് ക്യാപ്റ്റനായ ഹാമ്പിളിനെ അവിടെ കാണാൻ കഴിഞ്ഞില്ല, അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം താഴെയുള്ള ചാർട്ട് റൂമിൽ ആയിരുന്നു അല്ലെ. പിന്നെ പെട്ടെന്ന് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, അവിടെ നിന്നും ചാർട്ട് റൂമിലേക്ക് പോയി അല്ലേ. ഇയാളുടെ അനുവാദം കൂടാതെ തന്നെ ആ റൂമിലേക്ക് അങ്ങ് കയറുകയും ചെയ്തു. ഇയാളുടെ വരവ് കണ്ടപ്പോൾ തന്നെ ആർക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല, ഈ ക്യാപ്റ്റൻ ഹമ്പിളിന് വളരെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം എന്നെ തുറച്ച് നോക്കി അല്ലേ. എൻ്റെ ഇടറിയ ശബ്ദത്തിൽ, പിന്നെ ഈ ഡോക്ടർ തൻ്റെ ഇടറിയ ശബ്ദത്തിൽ അദ്ദേഹം ക്യാപ്റ്റനോട് പറഞ്ഞു, സാർ, ഞാൻ സ്മോൾ ബോക്സ് ഉള്ള ഈ കപ്പലിലെ രണ്ട് വ്യക്തികളെ കൺസൾട്ട് ചെയ്തിരിക്കുന്നു. അവരുടെ ലിപ്സൊക്കെ വളരെ ഇടറിയിട്ടുണ്ട് അല്ലേ. ആ രണ്ടുപേരും ഈ കപ്പലിലെ രണ്ട് ജോലിക്കാരാണ് എന്ന കാര്യം ഇയാൾ എന്ത് ചെയ്യുന്നു, ഈ ഡോക്ടർ ആ ക്യാപ്റ്റൻ സ്മിത്തിനെ എന്ത് ചെയ്യുന്നു, ഹാമ്പിൾ സ്മിത്തിനെ അറിയിക്കുന്നു. ആ ക്യാപ്റ്റൻ വളരെ ധീരനായ 55 വയസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ കപ്പലിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന വളരെ അച്ചടക്ക ഉള്ള വ്യക്തിയും പിന്നെ അതുകൂടാതെ തന്നെ യുക്തിയും പിന്നെ ഫെയർ മൈൻഡഡുമായ ഒരു ഓഫീസറാണ് ആ കപ്പലിലെ ഹാമ്പിൾ എന്ന ക്യാപ്റ്റൻ. ഡോക്ടർ, he said, drawing up at the last and coming close to me, his words unmistakably grim. Listen, you are in charge of health of the ship. It is entirely up to you. I can't give you any of my officers. I am overloaded and understaffed. But I am going to give you the Serang. Believe me, he is the finest man I have. You have got to keep these things from spreading. And what's more, don't let a whisper of it get out, or we will have a bloody panic. അപ്പോൾ ഇവിടെ പറയുന്നത് ക്യാപ്റ്റൻ ഹമ്പിൾ ഡോക്ടറിനോടൊപ്പം കപ്പലിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തി അല്ലേ. ക്യാപ്റ്റനോടൊപ്പം ഡോക്ടറും ഇങ്ങനെ കപ്പലിൻ്റെ മുകളിലേക്ക് പോകുന്നു. പിന്നെ ഡോക്ടറിൻ്റെ അരികത്ത് വന്നിട്ട് പറഞ്ഞു, ശ്രദ്ധിക്കൂ, നിങ്ങളാണ് ഈ കപ്പലിലെ ഹെൽത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. പൂർണ്ണമായും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നത്. എൻ്റെ ഒരു ഓഫീസർ പോലും എനിക്ക് നിങ്ങൾക്ക് തരാനില്ല. എൻ്റെ ഏതൊരു ഓഫീസർ പോലും നിങ്ങളുടെ സഹായത്തിന് വേണ്ടി തരാൻ പറ്റില്ല. എനിക്ക് ധാരാളം ഇവിടെ വർക്കുകളുണ്ട്, വേണ്ടത്ര സ്റ്റാഫുകളും ഇവിടെ ഇല്ല. പക്ഷേ നിങ്ങളുടെ സഹായത്തിന് ഒരു സ്രാങ്കിനെ വേണമെങ്കിൽ തരാം. എനിക്ക് വിശ്വാസമുള്ള ഒരാളാണ് അദ്ദേഹം. ഈ രോഗം പകരുന്നതിൽ നിന്നും നിങ്ങൾ ആളുകളെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ രോഗം എന്ത് ചെയ്യാൻ പാടില്ല, പകരാൻ പാടില്ല. അതിൽ നിന്നും നിങ്ങൾ എല്ലാവരെയും സൂക്ഷിക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ രോഗം വന്ന അവസ്ഥ അല്ലെ, ഈ കാര്യത്തെക്കുറിച്ച് മറ്റുള്ള ആരോടും തന്നെ പറയരുത്. യാത്രക്കാർ എല്ലാവരും പാനിക്കാകും എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ഇത്രയും കാര്യം ക്യാപ്റ്റൻ ആരോട് പറയുന്നു, ഇവിടുത്തെ ഡോക്ടറിനോട് പറയുന്നു. I left the chart room realizing with a weakness in my stomach the desperate responsibility of my position. Here we were in the middle of Arabian Sea, 1,500 passengers aboard, no means whatever of fascinating them, and a small box, the most deadly contagion
ഇൻ ഹോൾ ഡിക്ഷണറി ഓഫ് ഡിസീസ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഡോക്ടറിന് സ്റ്റൊമക്ക് വീക്ക്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റൊമക്ക് വീക്ക്നെസ് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ചാർട്ട് റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. താൻ നിരാശനാണെങ്കിലും തൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഈ കപ്പലിൽ ഏകദേശം 1500 പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 1500 പാസഞ്ചേഴ്സുമായി അറബിക്കടലിൻ്റെ നടുക്കാണിപ്പോൾ കപ്പൽ. ഇത്രയും ജനങ്ങൾക്ക് സ്മാൾ ബോക്സിനുള്ള വാക്സിൻ കൊടുക്കുന്നതിനുള്ള ഏതൊരു സാഹചര്യവും അവിടെ ഇല്ല. രോഗങ്ങളുടെ നിഘണ്ടുവിൽ ഏറ്റവും മാരകമായ പകർച്ച രോഗമാണ് ഇത്. Back in the surgery, one of the lascars was in the grip of violent rigor. I turned from the shivering man to the Serang, whose incalculable eyes remained fixed upon me. We have got to isolate these men. Check on the contacts. There was no sick bay on the board, not an inch of available cabin space. Baffled, I looked at the Serang, who, undismayed, again turned upon me the full force of his eyes. We will take a shelter on the after deck, Dr. Sahib. Very cold there with plenty of fresh air. തിരിച്ചു ഈ ഡോക്ടർ തൻ്റെ കൺസൾട്ടേഷൻ റൂമിൽ വന്നപ്പോൾ കപ്പൽ ജോലിക്കാരിൽ ഒരാൾ വളരെ വയലൻ്റ് ഭാവത്തോടെ വിറച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്നു. അവരെ മാറ്റി ഒറ്റപ്പെടുത്തി നിർത്താൻ അവരുമായിട്ടുള്ള കോണ്ടാക്റ്റുകൾ ആരൊക്കെയെന്ന് ചെക്ക് ചെയ്യാനും ഇയാൾ അവിടുത്തെ സ്രാങ്കിനോട് പറയുന്നു. അപ്പോൾ ഇയാളെ ഇവിടെ നിന്നും ഈ രോഗം വന്ന ആളിനെ അവിടെ നിന്ന് മാറ്റി നിർത്തുവാനും അദ്ദേഹവുമായിട്ടുള്ള കോണ്ടാക്റ്റിലുള്ള ആൾക്കാരെ ഒന്ന് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനൊക്കെ ഈ ഡോക്ടർ അവിടുത്തെ സ്രാങ്കിനോട് പറയുന്നു. പക്ഷേ ഇവരെ മാറ്റി പാർപ്പിക്കാൻ തക്ക വിധത്തിലുള്ള നല്ലൊരു റൂം പോലും ആ കപ്പലിൽ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കണ്ട് അന്താളിച്ചുകൊണ്ട് ഈ ഡോക്ടർ എന്ത് ചെയ്തു? സ്രാങ്കിനെ നോക്കി. പക്ഷേ അദ്ദേഹത്തിന് പേടിയൊന്നുമില്ലാതെ തന്നെ നോക്കി നിൽക്കുന്നു. ഡോക്ടർ സാഹിബ് പറഞ്ഞു, നമുക്ക് കപ്പലിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോയി അവിടെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാം. അപ്പോൾ ഇത്തരം രോഗം വരുന്ന ആൾക്കാരെ ആ ഷെൽട്ടറിലേക്ക് കൊണ്ട് അവിടെ പാർപ്പിക്കാം എന്ന് പറഞ്ഞു. അവിടെ ആകുമ്പോൾ അപ്പോൾ കപ്പലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഒരു ഷെൽട്ടർ ഒന്ന് നിർമ്മിക്കണം. അവിടെ നിർമ്മിച്ചതിന് ശേഷം അവിടെ കൊണ്ട് വന്ന് ആക്കാൻ വേണ്ടി അപ്പോൾ ഇവരൊക്കെ ഈ രോഗം വരുന്ന സ്മാൾ ബോക്സ് വരുന്ന ആൾക്കാരെ അവിടെ കൊണ്ട് ആക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അപ്പോൾ അവിടെ ആകുമ്പോൾ വളരെ തണുത്ത കാറ്റും തണുപ്പും പിന്നെ ധാരാളം ഫ്രഷ് എയറും ലഭിക്കുമെന്ന് പറയുന്നു.